bounds. ഹലോ സദ്ദുസ്ലോയിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ കുറേ നാളായി വീഡിയോ ഇട്ടിട്ടത് പഠിത്തത്തിൻ്റെ ഒക്കെ കാര്യമായിട്ടാണ് ഇടാൻ പറ്റാഞ്ഞത്. ഇനി എന്തായാലും ഇതേപോലെ കുറേ നല്ല നല്ല വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഒരു ക്യാൻഡിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അത് വെറും ക്യാൻഡിലല്ല, ഒരു മാജിക് ക്യാൻഡിലാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. നമുക്കപ്പം വീഡിയോയിലേക്ക് പോവാം. നമുക്കപ്പം മാജിക് ക്യാൻഡിൽ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഇതെല്ലാമാണ്. നമുക്കൊരു ജാറ് വേണം, പൊട്ടുന്ന തന്നെ വേണം. ഞാനിപ്പോൾ ഇതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു തിരി വേണം, വെള്ളം വേണം, ഒരു പാത്രം വേണം, അത് ഉപയോഗിക്കാത്ത പാത്രം വേണം. പിന്നെ കുറച്ച് കല്ലും എന്തെങ്കിലും സംഭവങ്ങളൊക്കെ, കല്ല് അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ വേണം. പിന്നെ മെഴുകുതിരിയും വേണം. ഞാനിത് 2 തടിക്കഷ്ണം എടുത്തിട്ടുണ്ട്. അത് എന്തിനാന്ന് നമുക്ക് വഴിയെ പറയാം. നമുക്കിത് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഈ വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കണം. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെഴുകൊന്ന് ഉരുക്കിയെടുക്കണം. അതിന് മുമ്പായിട്ട് ഇതിനകത്ത് നമ്മൾ എടുത്തിട്ട് കല്ലൊക്കെ ഈ വെള്ളത്തിൽ വേണം. പൊട്ടാതിടണം. നമുക്കിനി അന്നേരം മെഴുകുരുക്കുക. അതിനാണ് ഞാൻ ഈ ഉപയോഗിക്കാത്തൊരു പാത്രം വേണമെന്ന് പറഞ്ഞത്. നമുക്ക് ഉരുക്കിയിട്ട് വരാം. മെഴുക് നമ്മളങ്ങനെ ഉരുക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് മെഴുകുതിരിക്കാതുള്ള തിരിയൊക്കെ ഒന്ന് മാറ്റാം. നമ്മളിതിനെ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത ജാറിനകത്ത് വെള്ളം ഒഴിച്ചൊക്കെ വെച്ചില്ലേ, അതിനകത്തോട്ട് ഇത് നമുക്ക് ഒഴിക്കണം. പയ്യെ പയ്യെ ഒഴിക്കാം. പിന്നെ ഈ തിരി ഇതിനകത്തോട്ട് ഇറക്കി കൊടുക്കാം. നമ്മൾ ഈ തിരി നേരെ ഇരിക്കാനായിരുന്നു ഈ വടി വെച്ചിരുന്നത്. പക്ഷെ തിരി ഇതിനെ അടുക്കി വയ്ക്കുക. നേരെ ഇരുന്നിട്ടുമുണ്ട്. ഇതൊന്ന് കട്ടി ആവാൻ വെയിറ്റ് ചെയ്യാം. നമ്മുടെ മെഴുകുതിരി അന്നേരം ഇത് ഡ്രൈ ആയി സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ അത് ഒഴിച്ചപ്പോൾ ഇവിടെ ഒക്കെ ഇച്ചിരി വീണ, അതൊന്ന് ചുരണ്ടി കളയാം. നമ്മളന്നേരം ചുരണ്ടി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഡിസൈൻ ചെയ്യാനായി കുറച്ച് ജൂട്ട് കെട്ടിക്കൊടുക്കുക. അത് വേണമെങ്കിൽ കെട്ടിയാൽ മതി, കെട്ടിയതിന് കുഴപ്പമില്ല. അന്നേരം നമ്മൾ കെട്ടുമ്പം ഇങ്ങനെ ഒരു തൂക്കിയിടാനുള്ള ഒരു സംഭവം പോലെ ഇങ്ങനെ വെച്ചിട്ട് വേണം കെട്ടാൻ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ പുറത്തൂടാണ് ചുറ്റേണ്ടത്. ഞാൻ ചുറ്റിയിട്ട് കാണിക്കാം. നമ്മളങ്ങനെ അത് കെട്ടിയെടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഒരു അങ്ങ് ചുറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇതേപോലെ ഒരു കെട്ടിട്ട് വെച്ചാൽ മതി. അന്നേരം ഇതേപോലെ തൂക്കിയിടാം. നമുക്ക് ഇനി ഈ തിരിയുടെ നീളം കുറയ്ക്കണം, അത് കട്ട് ചെയ്യാം. നമ്മളങ്ങനെ അതിവിദഗ്ധമായി ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇച്ചിരി പാടായിരുന്നു. ഇനി കത്തിക്കണം. നമ്മളങ്ങനെ കത്തിച്ചിട്ടുണ്ട്. തീപ്പെട്ടി വെച്ച് കത്തിച്ച് ഇങ്ങനെ പിടിച്ചപ്പോൾ കത്തി. ഇനി ഇത് കുറച്ച് കത്തി താഴെ വരെ വരണം. ഈ തിരി കുറച്ച് പൊക്കത്തിലാണ് നിൽക്കുന്നത്. അതിത് കത്തി താഴെ വരെ ആവാറായി. നമുക്കിത് കത്തി മെഴുകുരുകിയാൽ ഇതിനകത്ത് തന്നെ കിടക്കുന്നോണ്ട് എത്ര നാൾ വേണേലും കത്തിക്കാം. ഇത് തീരത്തില്ല.
അപ്പൊ നമ്മുടെ മെഴുക് ഇത് ഇതിനകത്ത് കത്തിയിട്ട് ഉരുകി കഴിയുമ്പോൾ അത് മേളിൽ തന്നെ കടന്നു കിടന്ന് വീണ്ടും അത് ഡ്രൈ ആയിക്കോളും. അതുകൊണ്ട് എത്ര നാൾ വേണേലും ഇത് നമുക്ക് യൂസ് ചെയ്യാം. മെഴുക് പിന്നെ നമ്മൾ നിറയ്ക്കുക അങ്ങനെ ഒന്നും വേണ്ട. അപ്പൊ ഇതാണ് നമ്മുടെ മാജിക് കാൻഡിൽ. ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയണം, നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അങ്ങ് അടിച്ചു പൊട്ടിച്ചേരെ. പുതിയൊരു വീഡിയോ കാണുന്നത് വരെ എവർക്കും ബൈ.